വണ്ടി കൊടുത്തില്ല. ഷാഫി ഇമാമിനെ വിലങ്ങണിയിച്ച് ബഗ്ദാദിലേക്ക് നാട് കടത്തുക. മസ്ജിദിന്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഹബീബിങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ ഇന്ന് നമ്മൾ ജുമാക്ക് പോകുന്നത് എവിടെയാണ്? ഷാഫി ഇമാം അന്തി ഇറങ്ങുന്ന ഈജിപ്തിലെ ഇമാം ഷാഫി മസ്ജിദിലേക്കാണ്. അപ്പൊ ഞാൻ താമസിക്കുന്നത് ബൈബാനി എന്നൊരു സ്ഥലത്താണ്. അപ്പൊ ബൈബാനിയിൽ നമുക്ക് എന്താവണം, അറബി കയറി സയ്യിദായിഷിക്ക് എത്തണം. സയ്യിദായിഷിന്ന് നമുക്ക് എന്താവണം, ഷാഫി മസ്ജിദിലേക്ക് പോകണം. അപ്പൊ ഷാഫി മസ്ജിദിലേക്ക് പോണതിന് മുമ്പ് ആരാണ് ഷാഫി ഇമാം നിങ്ങൾക്ക് അറിയോ? അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പൊ ചരിത്രം പറയുമ്പോൾ നമ്മളെ ഈ ബാക്ക്ഗ്രൗണ്ടും കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റണ്ടേ? ഇൻഷാ അല്ലാഹ്. ഫലസ്തീനിലെ ഗസയില് ഹിജ്റ 150 ഇദ്രീസ് റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും പൊന്നുമകനായി ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. വളരെ പ്രയാസത്തിലൂടെയായിരുന്നു അവരുടെ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. കുറച്ച് ദിവസത്തിന് ശേഷം ഉപ്പയായ ഇദ്രീസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണപ്പെടുകയാണ്. ഉമ്മയായ ഫാത്തിമ ബീവിയും ആ ചെറിയ കുഞ്ഞും അവിടെ ഒറ്റപ്പെടുകയാണ്. ജീവിക്കണം, പട്ടിണിയാണ്. എങ്കിലും പൊന്നുമോനെ പൊന്നുപോലെ വളർത്തണം. മുഹമ്മദിനെയും ചേർത്ത് പിടിച്ച് ഫാത്തിമ ബീവി പടച്ചവനിലേക്ക് കൈ ഉയർത്തി ജീവിക്കാൻ തുടങ്ങി. മുഹമ്മദിന് 2 വയസ്സായപ്പോ അറിവിനോട് വല്ലാതെ ആഗ്രഹമുള്ള ഉമ്മ ആ കുഞ്ഞിനെ പഠിപ്പിച്ച് വലിയ പണ്ഡിതനാക്കണം എന്ന ആഗ്രഹവുമായി മക്കയിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണ്. മക്കയിലേക്ക് പോകുമ്പോൾ ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ മണൽക്കാറ്റിനെയും അതിജീവിച്ച് വളരെ പ്രയാസപ്പെട്ടാണ് ഫാത്തിമ ബീവിയും മകനായ മുഹമ്മദും മക്കയിലെത്തുന്നത്. മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം 2 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷേ ഉമ്മ പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും അതുപോലെ മനഃപ്പാടമാക്കാൻ തുടങ്ങി. പണ്ഡിതയായ ഉമ്മാക്ക് ആവേശമായി. ഉമ്മാനെ ഞെട്ടിക്കുന്ന രൂപത്തിലായിരുന്നു മകന്റെ ഓർമ്മശക്തി. ഉമ്മ എന്ത് പറഞ്ഞു കൊടുത്താലും അതുപോലെ മകൻ പഠിച്ചെടുക്കും. അങ്ങനെ അവർ മക്കയിലെത്തി പുണ്യമാക്കപ്പെട്ട മസ്ജിദുൽ ഹറമിൽ ചെന്നു. ആ കുഞ്ഞളം കണ്ണിൽ തന്നെ കഅബയെ കാണിച്ചു കൊടുക്കുക, ഹജറുൽ അസ്വദിനെ മുത്തിക്കുക, ത്വവാഫ് ഇങ്ങനെ കൂടെ കൊണ്ടുപോവുക. അങ്ങനെ മക്കയെ കുറിച്ചും കഅബയെ കുറിച്ചുള്ള ചരിത്രങ്ങളെല്ലാം ആ കുഞ്ഞുമോന് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമ്മ പറഞ്ഞതുപോലെ തന്നെ മകൻ അതുപോലെ മനഃപ്പാടമാക്കുന്നുണ്ട്. ഉമ്മയും മകനും അവരുടെ വിജ്ഞാന ലോകവും കേൾക്കാൻ തന്നെ എന്ത് രസല്ലേ. മക്കയില് ഖുർആൻ പഠിക്കാനും അറബി ഭാഷ കരസ്ഥമാക്കാനൊക്കെ ഒരുപാട് പാഠശാലകളുണ്ട്. മുഹമ്മദ് എന്ന കുട്ടിയെ ഉമ്മയായ ഫാത്തിമ ബീവി മക്കയിലെ ഒരു പാഠശാലയിൽ ചേർത്തു. 7 വയസ്സാവുമ്പോഴേക്ക് ആ കുട്ടി പരിശുദ്ധമായ ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കാൻ, ഖുർആൻ മുഴുവൻ പഠിച്ച സന്തോഷത്തില് ഇനിയും അറിവുകൾ നേടണം. മക്കയിലെ ഒരുപാട് പണ്ഡിതന്മാരുടെ അടുത്ത് പോയി ഷാഫിഈ ഇമാം ആ കാലഘട്ടത്തിൽ തനിക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന പരമാവധി അറിവുകൾ മക്കയിൽ നിന്ന് കരസ്ഥമാക്കുന്നുണ്ട്. ഖുർആനിന്റെ മധുരം നുകർന്നു. ഇനി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഹദീസിന്റെ കൂടെ മധുരം ഒന്ന് നുകരണം. അതിന് ചെന്നെത്തിപ്പെട്ടത് ആ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ പണ്ഡിതനായ മദീനയിലെ മുദരിസായ ഇമാമുൽ മാലിക്കി റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളെല്ലാം ക്രോഡീകരിച്ച 10,000-കണക്കിന് ഹദീസുകളുള്ള മുവത്ത എന്ന ഗ്രന്ഥത്തിലാണ്. മുവത്ത എന്ന ഗ്രന്ഥത്തിൽ നിന്നും ഹദീസും ഹദീസിന്റെ വിശദീകരണവും ആരോട് പറഞ്ഞു, എന്തിനു പറഞ്ഞു, എപ്പ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ഇങ്ങനെയുള്ള എല്ലാ വിശദീകരണങ്ങളും കൂടി മുവത്ത എന്ന ഗ്രന്ഥം 10 വയസ്സാവുമ്പോഴേക്ക് മുഹമ്മദ് എന്ന കുട്ടി മുഴുവൻ കാണാപ്പാഠം പഠിക്കുക. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ മുവത്ത എന്ന ഗ്രന്ഥത്തിലെ ഓരോ ഹദീസ് കാണാതെ പഠിക്കുമ്പോഴും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാതെ ഹുബ്ബ് കൂടാൻ തുടങ്ങി. മുഹമ്മദ് എന്ന കുട്ടിക്ക് മദീനയിലേക്ക് പോകാൻ വല്ലാതെ ആഗ്രഹമായി. അതുപോലെ തന്നെ മുവത്ത എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കണം. അദ്ദേഹം മദീനയിലെ മുദരിസാണ്, അവിടെ പോകണം, മദീനയിലെത്തണം, ഇനിയും ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കണം. മുഹമ്മദ് എന്ന കുട്ടി മദീനയിലേക്ക് യാത്ര പോകാൻ തീരുമാനിക്കുക. അങ്ങനെ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കയിലെ ഉൾഗ്രാമങ്ങളിൽ പോയിട്ട് കലർപ്പില്ലാത്ത ശുദ്ധമായ അറബി പഠിക്കുക. അറബിയും പര്യായ പദവും പഴഞ്ചൊല്ലുകളും ജാഹിലിയ കാലത്ത് ഒരുപാട് കവിതകളും അടക്കം അറബി ഭാഷയിൽ വലിയ പാണ്ഡിത്യമുള്ള മഹാനാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. ചരിത്രം പറയുന്നത് ഏകദേശം
20 കൊല്ലം അറബി ഭാഷ മാത്രം പഠിക്കാൻ വേണ്ടി ഷാഫി ഇമാമ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചരിത്രത്തിലൊക്കെ നോക്കിയാൽ കാണാം. മുഹമ്മദ് എന്ന കുട്ടി മദീനയിലെത്തി അവിടുത്തെ ഉപ്പാപ്പയായ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ചെന്ന് ഒരുപാട് നേരം പ്രാർത്ഥിച്ച് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കാനുള്ള ആഗ്രഹവുമായി ഉസ്താദിന്റെ സന്നിധിയിലെത്തുക. മക്കയിൽ നിന്ന് വരുമ്പോ തന്നെ മക്കയിലെ ഗവർണറിൽ നിന്ന് 2 കത്ത് ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു വാങ്ങി വെക്കുന്നുണ്ട്. ഒന്ന് മദീനയിലെ ഗവർണർക്കും, പിന്നെ മറ്റൊന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനാണ്. തന്നെ ശിഷ്യനായി സ്വീകരിക്കണം എന്നൊക്കെ എഴുതിയിട്ടുള്ള കത്തായിരുന്നു. അങ്ങനെ മാലിക് റളിയല്ലാഹുവിന്റെ അടുത്ത് മദീനയിലെ ഗവർണറുമായി ഷാഫി ഇമാം ചെല്ലുന്നു. മാലിക് ഇമാം കത്തെല്ലാം വായിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിക്കാൻ എന്തിനാ ഇങ്ങനെ റെക്കമെൻഡിന്റെ ആവശ്യം? മോന് നാളെ വരും. അങ്ങനെ മുഹമ്മദ് എന്ന കുട്ടിക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മാലിക് ഇമാമിന്റെ ശിഷ്യത്വം സ്വീകരിക്കണം, മാലിക് ഇമാമിൽ നിന്നും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിക്കണം, ഒരുപാട് അറിവുകൾ നേടണം. അങ്ങനെയുള്ള ആഗ്രഹങ്ങളുമായി മുഹമ്മദ് എന്ന വിദ്യാർത്ഥി പിറ്റേ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. നല്ല അത്തറിന്റെ ഊദിന്റെ ഗന്ധം അവിടെ ഇങ്ങനെ പരക്കുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ പല രാജ്യങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവ് പഠിക്കാൻ വേണ്ടി മുന്നിലും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ 10ാമത്തെ വരിയിലായിരുന്നു ഷാഫി ഇമാം അന്ന് ഇടം പിടിച്ചത്. എല്ലാ കുട്ടികളും ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കാത്തിരിക്കുക. കുറച്ച് സമയത്തിന് ശേഷം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ ദർസിന്റെ സദസ്സിലേക്ക് കടന്നു വരികയും ശിഷ്യന്മാരെല്ലാം എഴുന്നേറ്റ് നിന്ന് ഉസ്താദിനെ ആനയിച്ച് അവിടെ ഹദീസിന്റെ ക്ലാസ്സിലിരുന്നു. വളരെ ബർക്കത്തുള്ള ഒരു മജ്ലിസ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പറഞ്ഞു കൊടുക്കുന്നു, അത് വിശദീകരിക്കുന്നു. കേൾക്കുന്ന കുട്ടികളെല്ലാം തങ്ങളുടെ ഫലകങ്ങളിൽ അത് എഴുതി വെക്കുന്നു. പക്ഷേ ഇൽമിനോട് അതിയായ ആഗ്രഹം ഉണ്ടായിട്ടും ഒരു പേന വാങ്ങാനോ ഒരു ഫലകം വാങ്ങാനോ ഷാഫി ഇമാമിന്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ പുറംഭാഗത്ത് ക്ലാസ്സിലിരുന്നു കൊണ്ട് ഇങ്ങനെ എഴുതുക. ഇത് കണ്ടപ്പോ മാലിക് ഇമാമിന് സംശയമായി. എന്താണ് ഈ കുട്ടി കാണിക്കുന്നത്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഹദീസ് പറയുന്ന ഈ ക്ലാസ്സിനെ കളിയാക്കാണോ? എന്താ ഈ കുട്ടി കളിക്കാണോ? അപ്പൊ തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ക്ലാസ് അവസാനിപ്പിക്കുക. കുട്ടികളെല്ലാം പറഞ്ഞയച്ചതിന് ശേഷം ഷാഫി ഇമാമിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, മോനെ എന്താ നീ കാണിക്കുന്നത്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസ് ചർച്ച ചെയ്യുന്ന ഈ ക്ലാസ്സിൽ കളിക്കാണോ? മോൻ എന്താ ഈ ക്ലാസ്സിനെ കളിയാക്കാണോ? ഇതൊക്കെ കേട്ടപ്പോ ഷാഫി ഇമാം പറയുന്നുണ്ട്, ഉസ്താദെ ഞാൻ കളിയാക്കൊന്നുമില്ല, ഞാൻ വല്ലാതെ ഇഷ്ടം തോന്നിയിട്ടാണ്, ഹദീസ് പഠിക്കാൻ വല്ലാതെ ആഗ്രഹമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടുത്തെ മുവത്ത എന്ന ഗ്രന്ഥം ഞാൻ മുഴുവൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഇന്ന് ക്ലാസ്സിൽ 18 ഹദീസ് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാലിക് ഇമാമിന് ഓരോ ഹദീസും ഷാഫി ഇമാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുക. ഇത് കേട്ടപ്പോ മാലിക് ഇമാമിന് വല്ലാത്ത സന്തോഷമായി. മകന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഷാഫി ഇമാം പറയുന്നുണ്ട്, മോനെ ഈ ലോകം അറിയപ്പെടുന്ന വലിയൊരു പണ്ഡിതനാവും. പിന്നീട് ഷാഫി ഇമാമിനെ അറിവ് കൊണ്ടും സമ്പത്ത് കൊണ്ടും മാലിക് ഇമാം സഹായിച്ചിട്ടുണ്ട്. മറ്റുള്ള കുട്ടികളെ പോലെ എഴുതാൻ ഫലകങ്ങളോ പേജുകളോ പേനയോ ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയ മൃഗത്തിന്റെ എല്ല്, ഒട്ടകങ്ങളെ വാരിയെല്ല് പോലത്തെ വലിയ മൃഗങ്ങളുടെ എല്ലിലായിരുന്നു ഷാഫി ഇമാം ഓരോ അറിവും രേഖപ്പെടുത്തിയിരുന്നത്. ചരിത്രം പറയുന്നത് ഇങ്ങനെ അറിവുകൾ എഴുതിയ എല്ലുകൾ മാത്രം സൂക്ഷിക്കാൻ ഇമാമിനൊരു റൂം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മാലിക് ഇമാമിന്റെ അടുത്ത് വളരെ ആഴത്തില് അറിവ് പഠിക്കുന്ന സമയത്ത് തന്നെ മാലിക് ഇമാമിന്റെ അടുത്ത് സംശയം ചോദിക്കാൻ വരുന്ന ആളുകളെ മാലിക് ഇമാം ഷാഫി ഇമാമിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയും, ആ കുട്ടി പറഞ്ഞു തരും. അങ്ങനെ ആ ചെറു പ്രായത്തിൽ തന്നെ വലിയ കെട്ടിക്കൊടുക്കുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കൂളായിട്ട് ഷാഫി ഇമാം അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഹിജ്റ 179 മാലിക് ഇമാം വഫാത്താവുക. അങ്ങനെ ഉസ്താദിന്റെ വഫാത്തിന് ശേഷം മദീനയിലെ മറ്റു പണ്ഡിതന്മാരിൽ നിന്നും അറിവ് നേടാനും ഷാഫി ഇമാം മറന്നില്ല. കിട്ടാവുന്നതിന്റെ പരമാവധി അറിവ് അത് മദീനയിൽ നിന്ന് തന്നെ നേടണമെന്ന് ഷാഫി ഇമാമിന് അതിയായ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇമാം മദീന വിടാൻ തീരുമാനിക്കുക. മദീന വിടുന്നതിന് മുമ്പ് മഹാനവറുകള് വിവാഹിതനാവുന്നുണ്ട്. ഭാര്യയുടെ പേര് ഹമീദ എന്നാണ്.
ഉമ്മയെയും ഭാര്യയെയും നോക്കണം, അറിവും നേടണം, അതോടുകൂടി എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്ന തീരുമാനത്തോടു കൂടി സുഹൃത്തായ മിസ്അബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കൂടെ യമനിലേക്ക് പോകാൻ തീരുമാനിക്കുക. മിസ്അബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അന്ന് യമനിലെ ഖാദിയാണ്. അങ്ങനെ ഷാഫി ഇമാം അവിടെ എത്തി ചെറിയ ജോലികളൊക്കെ ചെയ്ത് അറിവ് ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ഷാഫി ഇമാമിനെ കുറിച്ച് ഖലീഫയായ ഹാറൂൺ റഷീദ് അറിയാണ്. അങ്ങനെ ഷാഫി ഇമാമിനോട് നജ്റാനിലെ ഖാദിയാവാൻ ആവശ്യപ്പെടുകയും ഷാഫി ഇമാം നജ്റാനിലെ ഖാദിയായി ചുമതലയേറ്റതിന് ശേഷം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് അറിവുകൾ പറഞ്ഞു കൊടുക്കുക. ആളുകളെല്ലാം ഇസ്ലാമിനെ കുറിച്ച് അടുത്തറിയാൻ തുടങ്ങി. ഹാറൂൺ റഷീദാണ് ഖലീഫയെങ്കിലും ചില പ്രവിശ്യകള് ഹമ്മാദി എന്ന ഒരു ഭരണാധികാരിയുടെ കയ്യിലായിരുന്നു. ഹമ്മാദിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ വേവലാതികളൊന്നും കേൾക്കാതെ ആളുകളെല്ലാം അടിച്ചമർത്തി ആഡംബരം മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ക്രൂരനായ ഭരണാധികാരിയാണ് ഹമ്മാദ്. അതുകൊണ്ട് തന്നെ ഷാഫി ഇമാമിന്റെ സാന്നിധ്യം ഹമ്മാദിന് തീരെ രസിച്ചില്ല. ഹമ്മാദ് ഖലീഫക്കൊരു കത്തയച്ചു. അതിൽ പറയുന്നത്, അങ്ങയെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ വേണ്ടി പുതിയ ഖാദിയായ ഷാഫിയും കൂട്ടരിവിടെ ചർച്ച നടത്തുന്നുണ്ട് എന്ന വാർത്തയായിരുന്നു. ഇത് കേട്ടയുടനെ ഷാഫി ഇമാമിനെ വിലങ്ങണിയിച്ച് ബഗ്ദാദിലേക്ക് നാട് കടത്തുക. പക്ഷേ ഇറാഖിലെത്തിയ ഇമാമ് അവിടെ വിചാരണക്ക് മുമ്പും അറിവ് തേടാൻ മറന്നില്ല. അങ്ങനെ ആ ദിവസം വന്നെത്തി. കൊട്ടാരത്തില് ഷാഫി ഇമാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തി. ഖലീഫയുണ്ട്, മന്ത്രിമാരുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഖലീഫ ഷാഫി ഇമാമിനോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഓരോ ചോദ്യത്തിനും വ്യത്യസ്തമായ പദം കൊണ്ട് ഷാഫി ഇമാമ് മറുപടി പറഞ്ഞു. ഖലീഫക്ക് അത്ഭുതമായി, ഖലീഫക്ക് ആവേശമായി. വീണ്ടും ഒരുപാട് ചോദ്യം ചോദിക്കുന്നു. ഓരോ ചോദ്യത്തിനും വ്യത്യസ്തമായ മറുപടികൾ ഷാഫി ഇമാം പറയുന്നു. അങ്ങനെ വിചാരണയുടെ ആ ഒരു സദസ്സ് പിന്നീട് ഒരു സാഹിത്യാസ്വാദന സദസ്സായി മാറുക. അങ്ങനെ ഖലീഫക്ക് ഷാഫി ഇമാമിന്റെ അറിവിന്റെ വലിപ്പം മനസ്സിലായി. ഷാഫി ഇമാമിനെ വിട്ടയക്കാൻ ഖലീഫ തീരുമാനിക്കുക. 500 ദീനാർ അവിടുന്ന് ഖലീഫ ഷാഫി ഇമാമിന് ഓഫർ ചെയ്യുന്നുണ്ട്. അത് പ്രഖ്യാപിച്ച മന്ത്രിമാര് അടുത്തൊരു 500 കൂടി നൽകി. അങ്ങനെ 1000 ദീനാറുമായി മഹാനവറുകള് ഇറാഖ് മുഴുവൻ അറിവ് പടർത്തി ഉമ്മയെയും ഭാര്യയെയും കാണാൻ വേണ്ടി മക്കയിലേക്ക് പോവാൻ തീരുമാനിച്ചു. പട്ടിണിയും പ്രയാസത്തിലുമായിട്ടാണ് ഉമ്മയും ഭാര്യയും അവിടെ കഴിയുന്നത്. കൈ നിറയെ സമ്പാദ്യവുമായി വളരെ സന്തോഷത്തോടെയാണ് ഷാഫി ഇമാമ് നാട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ഉമ്മ ഷാഫി ഇമാമിന് ഒരുപാട് പൈസ ഇറാഖിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന വിവരം അറിഞ്ഞ് ഉമ്മാക്ക് വല്ലാതെ ഭയമായി. നിങ്ങൾ കേൾക്കണം, ഉമ്മാക്ക് വല്ലാതെ ഭയമായി. ഉമ്മ, എൻ്റെ മകന് അറിവിൽ നിന്നും പിന്തിരിഞ്ഞോടുമോ, പണത്തിന്റെ പിന്നാലെ പോകുമോ എന്നൊക്കെ ഭയമായി ഉമ്മ മകനെങ്ങനെ കാത്തിരിക്കുക. അങ്ങനെ ഷാഫി ഇമാമ് മക്കയിലെത്തി വീട്ടിലേക്ക് കയറിയ ഉടനെ ഉമ്മയോട് സലാം പറഞ്ഞപ്പോ ഉമ്മ സലാം മടക്കിയിട്ട് മകനോട് പറയുന്നുണ്ട്, മോനെ, നമുക്കെന്തിനാ ഇത്ര പൈസ? നമുക്ക് ആവശ്യമുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ മക്കയിലെ ദരിദ്രക്ക് മോനെന്താവണം, സ്വതക്ക കൊടുക്കണം. അങ്ങനെ തന്റെ സമ്പാദ്യം മുഴുവൻ മക്കയിലെ ദരിദ്രർക്ക് വിതരണം ചെയ്ത് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഷാഫി ഇമാമിനെ വലിയ ആവേശത്തോടെയാണ് ഉമ്മ സ്വീകരിക്കുന്നത്. അങ്ങനെ ഇമാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നുണ്ട്. മദീനയില് ആളുകൾക്കെല്ലാം അറിവുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാലിക് ഇമാമിൽ നിന്ന് സ്വീകരിച്ച 30 ക്ലാസ് എടുക്കുന്നുണ്ട്. കുറച്ചു കാലത്തിന് ശേഷം കുടുംബസമേതം ഇറാഖിലേക്ക് പോവാൻ ഷാഫി ഇമാമ് തീരുമാനിക്കുക. അന്ന് ഇറാഖില് മുഅ്തസിലിയാക്കള് വേരുറപ്പിച്ചൊരു സമയം. സുന്നികളായ പല പണ്ഡിതന്മാരെയും സംവാദത്തിൽ അടിച്ചമർത്തി പണ്ഡിതന്മാരെ പരിഹസിക്കുന്നൊരു സമയം. ആ സമയത്ത് ഷാഫി ഇമാം ഇറാഖിലേക്ക് വരുന്നു എന്നൊരു വാർത്ത പണ്ഡിതന്മാർക്കിടയിൽ പ്രചരിക്കുകയും അവർക്ക് വലിയ സന്തോഷത്തിലായി ഷാഫി ഇമാമിനെയും കുടുംബസമേതവും അവര് വലിയ സ്വീകരണങ്ങൾ കൊടുക്കുന്നു. ഷാഫി ഇമാമിന്റെ അറിവിന്റെ മൂർച്ച കൊണ്ട് മുഅ്തസിലിയാക്കളെ പൊതു സംവാദത്തിലടക്കം ഷാഫി ഇമാമ് പരാജയപ്പെടുത്തുന്നുണ്ട്. പണ്ഡിതന്മാർക്കെല്ലാം വലിയ സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു ഷാഫി ഇമാമ് കുടുംബസമേത ഇറാഖിലുള്ള ഒരു സമയം. പിന്നീട് മഹാൻ മക്കയിലേക്ക് പോവുകയും ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തില് ഷാഫി ഇമാമ് പറഞ്ഞതിനനുസരിച്ച ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ ആരാധന കർമ്മങ്ങളും. അങ്ങനെയുള്ള ആ ഷാഫി മദ്ഹബിന് അവിടുന്ന് രൂപം കൊള്ളുക. പിന്നീട് ഹിജ്റ 198 പൗരാണിക നാഗരികതയുടെ കളിത്തൊട്ടിലായ നെയിൽ നദി സ്ഥിതി ചെയ്യുന്ന
മിസ്രിലേക്ക്, ഈജിപ്തിലേക്ക്, മഹാന്റെ അവസാന കർമ്മവേദി മിസ്രിലായിരുന്നു. മഹാൻ മിസ്രിലേക്ക് വരുന്ന സമയത്ത് തന്നെയാണ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു മിസ്രില് എല്ലാവർക്കും തണലായി ആശയകേന്ദ്രമായി മാറിയുന്ന സമയം. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഈജിപ്തിലെത്തുന്നു. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോകുന്നു. ഒരുപാട് അറിവുകൾ ചർച്ച ചെയ്യുന്നു. മഹാന്റെ പല ഗ്രന്ഥങ്ങളും പിന്നീട് മിസ്രിൽ നിന്നാണ് രചിക്കുന്നത്. ഷാഫി ഇമാമിന് ആ സമയത്ത് ചെറിയൊരു രോഗം പിടിപെടുന്നു. മഹാന് രോഗം വരുന്ന സമയത്തൊക്കെ ശിഷ്യന്മാരെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹുവിലേക്ക് പറഞ്ഞയക്കും. അവിടുന്ന് പ്രാർത്ഥിക്കും, മഹാന്റെ രോഗം മാറും. പിന്നീട് ഷാഫി ഇമാമിന് രോഗം വല്ലാതെ മൂർച്ഛിക്കുന്നു. രോഗം മൂർച്ഛിച്ച് ശരീരത്തിലൂടെ രക്തം വാർന്നൊഴുകുന്നു എന്നടക്കം ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ രക്തം വാർന്നൊഴുകുന്ന സമയത്തടക്കം ഷാഫി ഇമാമ് ഗ്രന്ഥരചനയിൽ മുഴുകിയായിരുന്നു. അങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുമ്പോ എഴുന്നേറ്റ് പോയി അതെല്ലാം കഴുകി വൃത്തിയാക്കി കട്ടിയുള്ള പുതപ്പൊക്കെ അടിഞ്ഞ് വീണ്ടും ഷാഫി ഇമാമ് ഗ്രന്ഥരചനയില് മുഴുകായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഈ ഉള്ള മഹത്തുക്കളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന അറിവുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നതും അതനുസരിച്ചാണ് നമ്മുടെ എല്ലാ ആരാധന കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കുന്നത്. ഷാഫി ഇമാമിന്റെ ജീവിത ശൈലിയൊന്നും ഞാൻ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. അവിടുത്തെ ചരിത്രത്തിന്റെ ചെറിയൊരു ശകലം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഷാഫി ഇമാമിന്റെ ജീവിതം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഷാഫി ഇമാമ് എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തിരുന്നു. അത് റമദാൻ മാസമാണെങ്കിൽ പകലൊരു ഖത്മും രാത്രി ഒരു ഖത്മും ചെയ്തിരുന്നു. പിന്നീട് ഷാഫി ഇമാമിന് രോഗം വല്ലാതെ മൂർച്ച കൂടി. ശിഷ്യനെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹുവിലേക്ക് പറഞ്ഞയച്ചു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ അടുക്കലേക്ക് ഒരു എഴുത്ത് അയച്ചു കൊടുക്കുന്നു. അതിൽ പറയുന്നത് അള്ളാഹുവിലേക്ക് പോകാനുള്ള സമയമായി. ഇത് കേട്ടപ്പോ തന്നെ ഷാഫി ഇമാമിന് മനസ്സിലായി താൻ മരിക്കാൻ പോവുകയാണ്. ലോകം മുഴുവൻ അറിവ് പടർത്തിയ ആ മഹാമനീഷി ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഒരു ഖുറൈശി പണ്ഡിതൻ വരും, അദ്ദേഹം ഈ ലോകം മുഴുവൻ അറിവ് പടർത്തും എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത് ഷാഫി ഇമാമിനെയായിരുന്നു എന്ന്. അങ്ങനെ ഷാഫി ഇമാമ് മിസ്രില്, ഈജിപ്തില് വഫാത്താവുകയാണ്. അപ്പൊ നമ്മള് ഷാഫി ഇമാമിന്റെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഷാഫി ഇമാം അന്തിയുറങ്ങുന്ന മിസ്രിലെ മസ്ജിദ് ഷാഫിയിലേക്ക് ഒരു യാത്ര പോയാലോ? എന്നാ പോലെ. അപ്പൊ ഗായ്സ്, നിങ്ങൾ കഥയൊക്കെ കേട്ടപ്പോ ഞങ്ങള് സയ്യിദായിഷ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് തുക്തുക്ക് വഴി എന്താണോ ഷാഫി മസ്ജിദിലേക്ക് പോകണം. ഇല്ലെങ്കിൽ എത്തൂല. കുറച്ച് നേരം വൈകി നമ്മള്. നല്ല വെയിലാണ്, നല്ല ചൂടാണ്, തിരക്കുണ്ട്, അതും പെരുന്തിരക്ക്. ഈ വെള്ളിയാഴ്ച ഒരു മാർക്കറ്റ് ഓണാക്കലുണ്ട് സയ്യിദായിഷയിൽ. വെള്ളി മാർക്കറ്റ് അല്ല, വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ്. ആ ഓട്ടോറിക്ഷ കിട്ടിയിട്ടുണ്ട്. സിറാജ് സംസാരിക്കുന്നു. ആയോ എത്ര അറിയണേ? 25. അപ്പൊ 25 റുപ്യ നമ്മൾ എന്താ വേണം സയ്യിദായിഷക്ക് പോവാണ് ഓട്ടോര്. അപ്പൊ ഫോണ് ഒക്കെ നമ്മള് ശ്രദ്ധിക്കണം. കച്ചറുണ്ടായി കാഴ്ച. നമ്മളെ വണ്ടി വിടുത്തില്ല. ചാവി വാങ്ങി. എന്താ പ്രശ്നം പോലെ? ഒരു പ്രശ്നമുണ്ട്, നമുക്ക് അടുത്ത വണ്ടി അല്ലെങ്കിൽ നമ്മളെ പോക്ക് കിടക്കൂല. അങ്ങനെ നീണ്ട കച്ചറകൾക്ക് ശേഷം നമുക്ക് ആ വണ്ടി തന്നെ കിട്ടിയിട്ടുണ്ട്. ആ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പോണത്. നല്ല തിരക്കാണ്, ഒരുപാട് കച്ചവടക്കാരുണ്ടോ, ഇഷ്ടം പോലെ ആൾക്കാർ, ഇഷ്ടം പോലെ കച്ചവടക്കാര്. പാമ്പുണ്ടാവൂലേ? പാമ്പൊക്കെ ഓ ശരിക്കും ആ മാർക്കറ്റ് നമുക്ക് ഫുള്ള് വീടെടുക്കണ്ടായത്. പക്ഷെ നമുക്ക് ആ ലുമാക്ക് നേരത്തെ പോയാലേ ഇവിടെ പള്ളിയിൽ സീറ്റ് ഇട്ടുള്ളൂ. അപ്പൊ നമുക്ക് നേരത്തെ പോകണം, അവിടെ എത്തണം. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം. വെള്ളിയാഴ്ച ഒരു പ്രത്യേക മാർക്കറ്റ് ഉണ്ട് അല്ലേ? ഫ്രൈഡേ മാർക്കറ്റ്. ഒരുപാട് പെറ്റ്സുകൾ, അതിലൊരു പാമ്പിനൊക്കെ ഉണ്ടാവും. പാമ്പടക്കമുള്ള പെറ്റ്സുകളെ ഒരു ലോകം തന്നെ ഉണ്ട്. അതിൽ നമുക്ക് വേറെ ദിവസം കാണിക്കാം. അപ്പൊ സയ്യിദായിഷയ്ക്ക് നമ്മൾ പോയോണ്ടിരിക്കല, ഷാഫി മസ്ജിദിലേക്ക് പോയോണ്ടിരിക്കാണ്. അപ്പൊ നമ്മള് ഓട്ടോന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി മുമ്പിക്ക് പോയാൽ എന്താവും, നമ്മള് പള്ളിയിലെത്തും. അപ്പൊ ഗൈസ്, ഞങ്ങള് കുറേ നേരം നടന്നിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയത്. ഓട്ടോക്കാരൻ ആ തലക്കെ കൊണ്ടുപോയി ഇറക്കിയത്. അപ്പോൾ ഈ വെയിലത്ത് നടന്ന് നമ്മളെ
പള്ളിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് കച്ചവടക്കാരുണ്ട്. പല രീതിയിലുള്ള സാധനങ്ങളും വളരെ വില കുറഞ്ഞ രൂപത്തിൽ കിട്ടുന്ന കുറേ മാർക്കറ്റുകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ ഷാഫി മസ്ജിദിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മസ്ജിദ് ഇമാം ഷാഫി. നമ്മൾ പള്ളിയിലേക്ക് കയറുകയാണ്. നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون. അങ്ങനെ ജുമാക്ക കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഷാഫി ഇമാമിൻ്റെ മക്കാമിലേക്ക് പോകുന്നത്. ജുമാക്ക് മുമ്പ് നമുക്ക് അത് തുറന്നു തന്നിരുന്നില്ല. എല്ലാ ആളുകളും പോകുന്നതിന് മുമ്പ് ഷാഫി ഇമാമിൻ്റെ ചാരത്തൊന്ന് പോയിട്ടാണ് മറ്റവരെ ജോലികളിലൊക്കെ ഏർപ്പെടുന്നത്. എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് അവരെ നേറുന്ന പ്രശ്നങ്ങൾ പറയാനും പഠനത്തിലെ പുരോഗതിക്കും ആത്മീയ ഉന്നമനത്തിനൊക്കെ വേണ്ടി ഷാഫി ഇമാമിൻ്റെ ചാരത്തെത്തുന്നത്. അങ്ങനെ ഞങ്ങൾ മസ്ജിദ് മുഴുവൻ നടന്ന് കണ്ട് ഞങ്ങൾ ഷാഫി ഇമാമിൻ്റെ ചാരത്ത് നിന്ന് അല്പം നേരം പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ടീം വന്നു. ഈജിപ്തിലെ ഒരു ടീം, മദ്ഹൊക്കെ പാടുന്നൊരു ടീം. നല്ല രസമായിരുന്നു അവരെ മദ്ഹ് കേൾക്കാൻ. ഞാനത് നിങ്ങൾക്ക് കുറച്ച് കേൾപ്പിച്ചു തരാം. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. من تذكر جيران بذي سلم ماذا اجتدام عن جرام مقلة بدم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ജുമാക്ക് കഴിഞ്ഞ് നട്ടുച്ചയാണ്. നല്ല ചൂടുണ്ട്. നിങ്ങൾ ആ പള്ളിൻ്റെ മേലൊരു ചെറിയൊരു കപ്പലുണ്ട്. സംഭവമേ ആ കപ്പൽ എന്താണെന്നാൽ ഈ കപ്പലിൽ കൂടെ സഞ്ചരിക്കുക, കടലിൽ കൂടി. അപ്പോൾ ഈ ഇതിന് താഴെ ഉള്ളത് കടലാണ്, അറിവിൻ്റെ കടലാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്രികൾ എന്തായിട്ടുള്ളത് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ ഷാഫി ഇമാമിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനും പള്ളി ഇതൊക്കെ കാണിച്ചു തരാൻ കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരും. അപ്പോൾ അസ്സലാമു അലൈക്കും.